പിണറായി എന്ന ഒരു ഫാക്ടറാണ് അദ്ദേഹത്തിന് പിന്നെ കോൺഗ്രസിന്റെ ശ്രീ രാജുവിന് ജയിക്കാൻ കാരണമായത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പിണറായിയെ ചീത്ത വിളിക്കരുതല്ലോ, സ്നേഹിക്കില്ലേ വേണ്ടുന്നത്. മുമ്പ് ഒരു ചർച്ചയിൽ ഒരു സുഹൃത്ത് പറഞ്ഞത് പിണറായി ഞങ്ങളുടെ ഐശ്വര്യമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി നിങ്ങൾ ആക്ഷേപിക്കരുതല്ലോ, നിങ്ങളുടെ ഐശ്വര്യമല്ലേ. അപ്പോൾ പിണറായി എന്നുള്ളത് നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത രൂപമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെതിരായിട്ട് ശക്തമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് എന്നിട്ട് ഇനി അങ്ങ് ഇടതുപക്ഷത്തിന്റെ വക്താക്കളാകാൻ ശ്രമിക്കുന്നു. നല്ല കാര്യം കേട്ടോ. നിങ്ങൾ ഇടതുപക്ഷത്തെ ഒരു ആശയം എന്നുള്ള കാര്യത്തിൽ ഉയർത്തിപ്പിടിച്ചതിനെ ഈ വൈകുന്നേരത്ത് ഭ്രമാത്മകമായിട്ടാണെങ്കിലും അത്തരം ഒരു ആശയം ഉയർത്തിപ്പിടിച്ചതിനെ ഞാൻ രാജു പി നായരെ അഭിനന്ദിക്കുകയാണ്. കാരണം ലോകമാകെ തീവ്ര വലതുപക്ഷത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു ആശയമാണ് ഇടതുപക്ഷം. അത് എത്ര രാജ്യത്ത് ഭരണമുണ്ടോ, എത്ര ജനങ്ങൾ അതിന്റെ പിറകിലുണ്ടോ എന്നുള്ളത് മാത്രമല്ല, അതൊരു പ്രത്യയശാസ്ത്രമാണ് തീവ്ര വലതുപക്ഷത്തിനെതിരായിട്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പോലും നിങ്ങളുടെ ആൾക്കാർ മത്സരിച്ചല്ലോ, തിരുവനന്തപുരത്ത് തമിഴ്നാട്ടിൽ മത്സരിച്ചല്ലോ. എന്തേ കേരളത്തിൽ ഈ രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അങ്ങോട്ട് പോകാനത്? റഹീം പോലും പോയില്ല, ഒരു CPM നേതാവ് പോലും ഇവിടെ പോയില്ലല്ലോ. നിങ്ങൾക്ക് കർശനമായ നിർദ്ദേശം ഉണ്ടല്ലേ, പോയിട്ട് BJPക്കെതിരെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇത് നിർദ്ദേശം ഉണ്ടോ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിലായിരുന്നല്ലോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. 5 ഘട്ടം തെരഞ്ഞെടുപ്പ് പിന്നെ നടന്നില്ലേ? എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആകെയുള്ളവരെണ്ണം അന്ന് കെട്ടും കെട്ടി സിംഗപ്പൂർക്ക് ടൂർ പോയത് ഈ നരേന്ദ്രമോദി എതിർക്കണ്ടായിരുന്നോ? പോയില്ലേ? എന്ത് പറ്റി? ആരാ അവിടെയൊക്കെ എതിർത്തത്? വെറുതെ വല്ലതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ ശ്രീ PK ഗോപൻ. നിങ്ങൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന പേര് നിങ്ങൾ നിർത്ത്. കുഞ്ഞിക്കൂരൻ സിനിമയിൽ പറയുന്ന പോലെ ഞാൻ എന്നെ തന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നത് പറഞ്ഞ പോലെ ഈ ഇടതുപക്ഷം പറയരുത്. പിന്നെ പിണറായി ഐശ്വര്യം കൊണ്ടാണ് എന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ പിണറായി വിജയനെ എതിർത്തത് കൊണ്ടാണ് ജനം ജയിപ്പിച്ചത്. ഞങ്ങൾക്ക് പിണറായി വിജയൻ ഐശ്വര്യമാവുന്ന അങ്ങനെയാണ്. ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നവർ വൈറ്റിലെ സിഗ്നൽ കാണുന്ന 10 ഫ്ലെക്സ് ബോർഡ് കാണുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ പറയുകയാണ് ഇത് തീർത്തേ പറ്റൂ, ഇയാളെ ഇറക്കി വിട്ടില്ലെങ്കിൽ കേരളത്തിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചതിന്റെ അനന്തര ഫലമല്ലേ കേരളത്തിൽ മുഴുവൻ CPMന്റെ പാർട്ടി കോട്ടകൾ തകർന്നടിഞ്ഞത്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?